മുടി നരയ്ക്കുന്നത് പ്രായത്തിന്റെ ലക്ഷണമായിട്ടാണ് പണ്ട് തൊട്ടേ പലരും പറയുന്നത്. പ്രായമാകുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ കൗമാരക്കാരിലും മുടി നരയ്ക്കാറുണ്ട്, കുട്ടികളിൽ പോലും മുടി നരയ്ക്കാറുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാണ് മുടി നരയ്ക്കുന്നത്. ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോൾ തന്നെ കെമിക്കൽ മേടിച്ച് മുടിയിൽ തേച്ച് മുടിയുടെ കറുപ്പ് വരുത്താനായിട്ട് പലരും നോക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നാച്ചുറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നര ഇല്ലാതാക്കാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നര വളരെ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്നൊരു ഹെയർ ഡൈ പാക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് പ്രായമാകുമ്പോൾ തന്നെ മുടി നരയ്ക്കുമെന്നൊക്കെയുള്ളത്. തീർച്ചയായിട്ടും പ്രായത്തിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് മുടി നരയ്ക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനല്ല. ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒന്നോ രണ്ടോ മുടി കാണുമ്പോൾ പിഴുത് കളയാനായിട്ട് നോക്കരുത്. നിങ്ങൾ തുടക്കത്തിലെ ഒന്നോ രണ്ടോ കാണുമ്പോൾ തന്നെ നാച്ചുറൽ കാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള മുടിയിലേക്കും അത് വരാതിരിക്കാനും സാധിക്കും. കാരണം നാച്ചുറൽ കാര്യം ചെയ്യാനായിട്ട് ഞാൻ പറയാനുള്ള മെയിൻ കാരണം നമ്മുടെ മുടിക്ക് കളർ നൽകുന്ന മെലാനിൻ്റെ അളവിനെ നമുക്ക് കൂട്ടിയെടുക്കണം. കെമിക്കൽ ചെയ്യുകയാണെങ്കിൽ മെലാനിൻ്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം അതിൽ ചേർത്തേക്കുന്ന കെമിക്കലൊക്കെ നമ്മുടെ മുടിയുടെ മെലാനിൻ്റെ അളവ് കുറച്ചിട്ട് മുടിയുടെ നാച്ചുറൽ ബ്ലാക്ക് ഇല്ലാതാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള മുടിയും കൂടി നരയ്ക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഒരു കാരണവശാലും കെമിക്കൽ ഡൈകൾ മേടിച്ച് നിങ്ങളുടെ മുടിയിൽ തേക്കാതിരിക്കുക. നാച്ചുറൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പോകും തോറും ഒരു ദോഷവും മുടി നരയ്ക്കുക പോലും ചെയ്യില്ല. മുടിയുടെ നാച്ചുറൽ ബ്ലാക്ക് കളർ വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കാവുന്നതാണ്. അതുവഴി നിങ്ങളുടെ മുടിക്ക് നല്ലൊരു വളർച്ച, നല്ല കളർ, ബ്ലാക്ക് കളർ വീണ്ടെടുക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. നെല്ലിക്ക ഏറ്റവും കൂടുതൽ മുടിക്ക് വളരെയധികം നല്ലതാണ്. അത് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങൾ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ കഴിക്കുക. ആഹാരത്തിൽ ഒരു കുറവ് വരുത്തരുത്. അത് നിങ്ങളുടെ മുടിയെ തന്നെ ബാധിക്കുന്നതാണ്. മുട്ട, ചിക്കൻ എല്ലാം കഴിക്കാവുന്നതാണ്. ഇന്ന ആഹാരം കഴിക്കേണ്ടെന്നൊന്നുമില്ല. എല്ലാം നിങ്ങൾക്ക് പറ്റുന്നത് കഴിക്കാം. കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ നെല്ലിക്ക ജ്യൂസ് കൂടുതലായിട്ട് കുടിക്കാനായിട്ട് നോക്കുക. ക്യാരറ്റ് കൂടുതലായിട്ട് ജ്യൂസ് ഉണ്ടാക്കിയോ പച്ചയ്ക്കോ ഒക്കെ കഴിക്കാനായിട്ടൊക്കെ നോക്കുക. അത് നിങ്ങൾ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം. പിന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാനായിട്ട് നല്ല സ്ട്രോങ് കടിഞ്ചായ വെള്ളം ഉണ്ടാക്കിയിട്ട് അത് തണുത്തിട്ട് ഇടയ്ക്കൊക്കെ നിങ്ങളുടെ മുടി കഴുകുകയാണെങ്കിൽ മുടിക്ക് നല്ലതാണ്, ബ്ലാക്ക് കളർ വീണ്ടെടുക്കുന്നതിന്. പിന്നെ നിങ്ങൾക്കിപ്പോൾ നരയില്ലെങ്കിൽ തന്നെയും ഇത് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ മുന്നോട്ട് പോകും തോറും ഒരു മുടി പോലും നരയ്ക്കുക പോലും ചെയ്യില്ല. പിന്നെ നിങ്ങളുടെ പറമ്പിലും ഒക്കെ കാണുന്ന കയ്യോന്നി ഉണ്ടല്ലോ, കയ്യോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൃംഗരാജ് എന്ന് പറയുന്ന ആ ഒരു പ്ലാന്റിൻ്റെ അത് എടുത്തിട്ട് നിങ്ങൾക്ക് എണ്ണ കാച്ചാം. അതിനു വേണ്ടി നിങ്ങൾക്ക് വെച്ചാൽ അതായത് കയ്യോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൃംഗരാജ് എന്നാണ്. അതിൻ്റെ പിക്ചർ അവിടെ കൊടുക്കാം. അതും കൂടാതെ തന്നെ അതിൻ്റെ കൂടെ കറിവേപ്പില ഒരു പിടിയും കൂടി ചേർത്ത് എണ്ണ കാച്ചി ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ വീണ്ടെടുക്കുന്നതിന് ഇടയാക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾക്ക് ചെയ്യാം. ഒരിക്കലും വീര്യം കൂടിയ ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മുടി വാഷ് ചെയ്യാനായിട്ട് നോക്കരുത്. അത് മുടിക്ക് നല്ലതല്ല. അമിതമായിട്ടുള്ള കണ്ടീഷണർ യൂസ് ചെയ്യാതിരിക്കുക. കെമിക്കൽ കൂടിയ ഷാമ്പു ഉപയോഗിക്കാതിരിക്കുക. ഷാമ്പു ഉപയോഗിക്കുന്നതിന് വേണ്ടി നാച്ചുറൽ ബേബി ഷാമ്പു ഒക്കെ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് താളി ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. മുടിയുടെ നാച്ചുറൽ കളറിനെ നശിപ്പിക്കാതെ മുടിക്ക് നല്ല പോലെ കളർ വീണ്ടെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ഒരു കാര്യം, നമ്മൾ തയ്യാറാക്കുന്ന ആ ഒരു ഡൈയുടെ ഒറിജിനൽ കളർ ഞാൻ കാണിക്കാം. ഇത് നിങ്ങൾ കണ്ടോ? ഇതാണ് ഇതിൻ്റെ കളർ. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ആ ഒരു ഡൈ പാക്കിൻ്റെ കളറാണ്. ഇത് അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു പാക്ക് തയ്യാറാക്കണം. എന്തായാലും നമുക്ക് ആ പാക്ക് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. മുടി നിങ്ങൾക്ക് കറുപ്പിക്കണോ? തീർച്ചയായിട്ടും ഈ ഡൈ പാക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. വെറും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകുന്നതാണ്. അതിനെന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. നമുക്ക് കയ്യോന്നി വേണം. അതായത് ഭൃംഗരാജിൻ്റെ പൊടി അല്ലെങ്കിൽ ഭൃംഗരാജ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യോന്നി. അതിൻ്റെ പിക്ചർ ഞാൻ കൊടുക്കാം. അത് നമ്മുടെ പറമ്പിലും ഒക്കെ കിട്ടും. നമ്മുടെ വീട്ടിൽ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ എവിടെയെങ്കിലും നോക്കിയാൽ മതി, കാണാൻ പറ്റും. പിക്ചർ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അതായത് നമ്മുടെ കയ്യോന്നി.
അത് എടുത്തിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുവാണെങ്കിൽ അത് നല്ലതാണ്, അതിൻ്റെ ആ ഒരു പൊടി ഉണ്ടെങ്കിൽ. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ പറമ്പിലുള്ള ആ ഒരു കയ്യോന്നി എടുത്ത് നല്ലോണം കഴുകിയിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ബൗളിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ മിക്സിയുടെ ബൗളിലിട്ടിട്ട് അത് നല്ലപോലെ അരച്ചെടുക്കണം. അതിൽ വെള്ളം ചേർക്കരുത്, കാരണം ഓൾറെഡി അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് തന്നെ നല്ലോണം അരഞ്ഞു കിട്ടും. അപ്പോൾ അരയുന്നില്ല എങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പിന്നീട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും, അത് ചേർത്തിട്ട് അരച്ചാൽ മതിയാകും. എന്തായാലും കയ്യോന്നി എന്ന് പറയുന്നത് നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണങ്ങൾ ഉള്ളതാണ്. അത് വളരെയധികം മുടിക്ക് നല്ലപോലെ നാച്ചുറൽ കളർ നൽകാനും മെലാനിൻ്റെ അളവ് ഹെയറിനകത്ത് കൂട്ടിയിട്ട് മുടിക്ക് നര മാറ്റാനും ഒക്കെ ഭൃംഗരാജിൽ നിന്ന് സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ കയ്യോന്നിയിൽ നിന്ന് സാധിക്കുന്നതാണ്. അപ്പം ഞാൻ കയ്യോന്നിയുടെ പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. ഇപ്പോൾ ഓൺലൈൻ ത്രൂ ഒക്കെ നമുക്ക് കയ്യോന്നിയുടെ പൊടി മേടിക്കാനായിട്ട് സാധിക്കും. അതായത് ഭൃംഗരാജ് പൗഡർ എന്ന് ചോദിച്ചാൽ മതി. അത് ഓൺലൈൻ വഴിയും അങ്ങാടി കടകളിലും ഒക്കെ കിട്ടുന്നതാണ്. അത് മേടിച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ എപ്പോഴും നല്ലതെന്ന് പറയുന്നത് പറമ്പിൽ നിന്ന് കിട്ടുന്നത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ എനിക്ക് കിട്ടിയേക്കുന്നത് വളരെയധികം കളറ് കുറഞ്ഞ ഒരു രീതിയിലാണ് എനിക്ക് കിട്ടിയത്. നമ്മൾ പറമ്പിലൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല അതായത് നമ്മുടെ നാച്ചുറൽ ബ്ലാക്ക് കളർ പോലെ തന്നെ കിട്ടും. കാരണം അത്രയ്ക്ക് സ്ട്രോങ് ബ്ലാക്കാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് പറമ്പിലുള്ളതായിരിക്കും ഏറ്റവും നല്ലത്, അതായത് ഫ്രഷ് ആയിട്ടുള്ളത്. എന്തായാലും ഞാനിവിടെ പൊടിയാണ് എടുക്കുന്നത്. പൊടി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ. ഇതുകൊണ്ട് ഈ കളറാണ് എനിക്കിവിടെ കിട്ടിയത്. നമ്മൾ അരയ്ക്കുന്ന സമയത്ത് കാണാൻ പറ്റും നല്ല ഹാർഡ് ബ്ലാക്ക് കളറായിരിക്കും ഭൃംഗരാജിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത്, അതായത് കയ്യോന്നിയിൽ നിന്ന് കിട്ടുന്നത്. 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ മുടിക്ക് വളർച്ച ഏറ്റവും കൂടുതലായിട്ട് കൂട്ടി നൽകുന്നതാണ് നെല്ലിക്കയിൽ നിന്ന്. നെല്ലിക്ക ഏറ്റവും കൂടുതൽ ഔഷധ ഗുണങ്ങളുള്ളതാണ്. ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നെല്ലിക്ക നമ്മുടെ മുടിയിൽ തേക്കുന്നതും കഴിക്കുന്നതും ഒക്കെ നല്ലതാണ്. നെല്ലിക്ക പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക പൊടി ഇല്ല എങ്കിൽ അതിന് പകരം നമ്മൾ നേരത്തെ ആ ഒരു അരച്ച ഇതിനകത്തോട്ട് നെല്ലിക്ക ഉണ്ടല്ലോ, മുഴുവനേ ഉള്ള നെല്ലിക്ക 2 എണ്ണം വലുതെടുത്തിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ നേരത്തെ അരയ്ക്കാനെടുത്ത ആ ഒരു ഭൃംഗരാജിൻ്റെ അതായത് കയ്യോന്നിയുടെ കൂടിട്ട് അരച്ചാൽ മതിയാകും. ഞാനിവിടെ എടുക്കുന്നത് നെല്ലിക്കയുടെ പൊടിയാണ് എടുക്കുന്നത്. നെല്ലിക്കയുടെ പൊടി 1 ടേബിൾ സ്പൂണാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ. ഇപ്പം നിങ്ങൾ നരയുള്ള ഭാഗത്ത് മാത്രമായിട്ടാണ് ഈ ഒരു ഡൈ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. മുടി മുഴുവനായിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടി ചേർക്കുകയാണ്. നെല്ലിക്കയുടെ പൊടി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ചേർത്തത്. അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക. ഈ ആൻറ്റി ഓക്സൈഡും ഒക്കെ നമ്മുടെ മുടിക്ക് വേണ്ടതാണ്. മുടിയുടെ വേരുകളിലേക്ക് ആൻറ്റി ഓക്സൈഡൊക്കെ നല്ലപോലെ ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ നര വരാതെ മുടി നല്ലതുപോലെ നിർത്തുകയുള്ളൂ. കറിവേപ്പില നമ്മുടെ മുടിക്ക് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. കറിവേപ്പില പറമ്പിലും വീട്ടിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചിട്ട് നിങ്ങൾ ആ ഒരു പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇപ്പം നേരത്തെ നമ്മൾ അരയ്ക്കാൻ വെച്ചതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു വീട്ടിൽ പച്ചയ്ക്ക് നമ്മുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ അത് കഴുകിയിട്ട് നല്ലപോലെ വെള്ളം ഇത് തോന്നുന്നതിന് ശേഷം നമ്മൾ ആ അരയ്ക്കാൻ വെച്ചേക്കുന്നതിനകത്ത് ഇട്ടിട്ട് അരച്ചാലും മതിയാകും. അതല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതിയാകും. എനിക്കിവിടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് എടുക്കേണ്ടത് കറിവേപ്പിലയുടെ പൊടി. 1 ടേബിൾ സ്പൂൺ കറിവേപ്പിലയുടെ പൊടി ചേർക്കുകയാണ്. കറിവേപ്പില ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ മുടിക്ക് നാച്ചുറൽ ബ്ലാക്ക് നൽകാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് കറിവേപ്പിലയിലും കൂടുതലും ആൻറ്റി ഓക്സിഡന്റുകളാണ് അടങ്ങിയിരിക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തത് കറിവേപ്പില. അതിനുശേഷം ഇതിലേക്ക് ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഹെന്നാപ്പൊടി ചേർക്കാം, അതല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ ചേർക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓപ്ഷൻ. ഇത് വേണമെങ്കിൽ ഹെന്നാപ്പൊടി ചേർക്കാം, അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ ചേർക്കാം. എന്തായാലും ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെന്നാപ്പൊടിയാണ് എടുക്കുന്നത്. 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത് ഹെന്നാപ്പൊടി. 1 ടേബിൾ സ്പൂൺ ഹെന്നാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ ഹെന്നാപ്പൊടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കുകയാണ് ഞാൻ. ഇത് നിങ്ങൾക്ക് മിക്സ് ആക്കുന്നതിന് ഒരു കാരണവശാലും തൈര് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. തൈര് നമ്മൾ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ എന്നാൽ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് അത്ര നല്ല ഒരു കാര്യമല്ല. മുടിയുടെ നാച്ചുറൽ ഈ കളറിനെ നശിപ്പിക്കാനായിട്ട് തൈരിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങൾക്കും സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തൈര് തലമുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല.
ഹെന്ന പാക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നര മാറണമെന്ന് നിങ്ങൾ ചിന്തിച്ച് തൈര് ഉപയോഗിച്ചുകൊണ്ട് ഹെന്ന പാക്ക് ഉപയോഗിക്കരുത്. അതിന് പകരം നിങ്ങൾ കഴിക്കുന്നത് കൊണ്ട് അത് വളരെയധികം ഗുണങ്ങൾ നിങ്ങളുടെ മുടിക്ക് കിട്ടുന്നതാണ്. തലമുടിയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പല പല ബുദ്ധിമുട്ടുകളും പനിയും ഒക്കെ വരുന്നതാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ഈ ഒരു നമ്മൾ തൈര് തലയിൽ തേക്കണ്ട എന്ന് പറയുന്നത്. കാരണം നാച്ചുറൽ ബ്ലാക്ക് കളർ നശിപ്പിക്കുന്നതായിട്ടും പറയുന്നുണ്ട്. പക്ഷേ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നതും നല്ലതാണ് കേട്ടോ. എന്തായാലും ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇത് മിക്സ് ആക്കുന്നതിന് വേണ്ടി സ്ട്രോങ് തേയിലവെള്ളം ഉപയോഗിക്കാവുന്നതാണ്. സ്ട്രോങ് തേയിലവെള്ളം ഞാനിവിടെ എടുക്കുന്നത് 2 ടേബിൾ സ്പൂണാണ് സ്ട്രോങ് തേയിലവെള്ളം ഉപയോഗിക്കുന്നത്. ഓക്കെ, 1 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കി വെള്ളം ചേർത്ത് ഈ ഒരു പാക്ക് മിക്സ് ആക്കാവുന്നതാണ്. ഈ ഒരു ഹെയർ ഡൈ പാക്ക് നിങ്ങൾ വീക്കിലി 1 ടൈം ചെയ്താൽ മതി. എല്ലാ ദിവസവും അടുപ്പിച്ച് ചെയ്യേണ്ട കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. മാറ്റം നിങ്ങൾക്ക് വേരിൽ നിന്ന് തന്നെ കിട്ടും. ഇപ്പം എത്ര കാലം പഴക്കം ചെന്ന നരയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്കിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. നിങ്ങളിലേക്ക് ഓരോ പ്രാവശ്യവും പല ഹെയറിൻ്റെ കാര്യങ്ങൾ എത്തിക്കുമ്പോഴും അധികം സന്തോഷമാണ് ഉണ്ടാകുന്നത്. കാരണം നിങ്ങൾക്കത് ഉപകാരപ്പെടുന്നെന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബാക്കി നിങ്ങൾക്ക് വേണ്ടി ഓരോ നരയ്ക്കും മാറ്റാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ഞാൻ കണ്ടെത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം നിങ്ങളോട് എനിക്ക് അത്രമാത്രം ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ നര മാറുന്നതിന് എളുപ്പം മാറ്റാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടോ എന്ന് പഠനങ്ങളിൽ കണ്ടെത്തിയത് സെർച്ച് ചെയ്ത് ഞാൻ കണ്ടെത്തിയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ കളർ കണ്ടോ, നാച്ചുറൽ ബ്ലാക്ക് കളറായിട്ട് മാറും. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് നമ്മുടെ മുടിയുടെ വേരുകളിൽ നിന്ന് തന്നെ നര മാറ്റാൻ എളുപ്പം സഹായിക്കുന്ന ഒന്നാണ്. ഞാൻ ഈ ചേർത്ത വെള്ളം നിങ്ങൾ കണ്ടല്ലോ, അത്രേ ചേർക്കാവുള്ളൂ, അധികം ഇതാവാനും പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഹെന്നാപ്പൊടി ആണെങ്കിലും നമ്മൾ അരയ്ക്കുന്ന ആ ഒരു ഇതിനകത്ത് മിക്സ് ആക്കിയിട്ട് വേണം നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ. കാരണം വെള്ളം പോലെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ തലയിൽ പോലും പിടിക്കില്ല, മൊത്തം അങ്ങ് പുറത്തേക്ക് പോകും. കുറച്ച്, അതായത് നമ്മൾ അരയ്ക്കുന്നതിനകത്ത് വെള്ളം ചേർക്കാതെ തന്നെ അരച്ചിട്ട് ഹെന്നാപ്പൊടിയോ ഇൻഡിഗോ പൗഡറോ ആണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് ഉപയോഗിക്കാം. കാരണം രണ്ടും ഉപയോഗിച്ചാൽ ഹെന്നാപ്പൊടി ആണെങ്കിലും ഇൻഡിഗോ പൗഡർ ആണെങ്കിലും സെയിം ഗുണമാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇപ്പം കൂടുതൽ പെട്ടെന്നൊരു ബ്ലാക്ക് കളർ വേണമെങ്കിൽ ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യാം. പതിയെ മതിയെങ്കിൽ ഹെന്നാപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഹെന്നാപ്പൊടി ആയിരിക്കുമെങ്കിൽ ഹെന്നാപ്പൊടി ആ ഒരു ഇതിനകത്തിട്ട് മിക്സ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ മൈലാഞ്ചി ഉണ്ടെങ്കിൽ അത് പിച്ചിട്ട് ഇതിൻ്റെ കൂടി ഇട്ട് അരച്ചിട്ട് ക്രീം രൂപത്തിലാക്കിയിട്ട് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കളർ കണ്ടോ, നാച്ചുറൽ ബ്ലാക്ക് കളർ കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ടത്. എൻ്റെ കയ്യിൽ നിങ്ങളെ തേച്ച് കാണിക്കാം. എൻ്റെ മുടിയിൽ നരയില്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചാലും സാധിക്കില്ല. ഇത് കണ്ടോ, അടിപൊളിയായിട്ട് ഇത് മുടിയിൽ പിടിക്കും. കണ്ടോ, നല്ല പോലെ മുടിക്ക് പിടിക്കും. ഇത് നമ്മൾ ഡ്രൈ ആയി കഴിയുമ്പോഴാണ് ആ ചേഞ്ച് നിങ്ങൾ കാണുന്നത്. ഫിംഗറിൻ്റെ ആ ഒരു ഇത് കണ്ടോ, വിരൽ കണ്ടോ, അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഹെയർ ഡൈ പാക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം. അടിപൊളി ചേഞ്ചാണ് നിങ്ങൾക്കുണ്ടാകുന്നത്. കണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത് കണ്ടല്ലോ. ഇതാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇതിൻ്റെ ബ്ലാക്ക് കളർ നിങ്ങൾ കണ്ടോ. ഇതുപോലെ നിങ്ങളുടെ മുടിക്ക് കളർ വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു ഹെയർ ഡൈ പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കണം. നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കിട്ടും. പറഞ്ഞ കാര്യങ്ങളെല്ലാം വേണം, എന്നാലേ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കിട്ടുകയുള്ളൂ. ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഇത് ചെയ്തിട്ടുള്ള ആ റിസൾട്ടും വന്ന് എന്നോട് പറയാൻ കൂടി നിങ്ങൾ മറക്കരുത്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.